കാലാവസ്ഥ പ്രതികൂലമായിട്ടും തെലങ്കാനയിലെ നാഗർ കർണൂറിൽ ശ്രീശൈലം തുരങ്കം ഇടിഞ്ഞ് കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള തിരച്ചിൽ തുടരുകയാണ്. സംസ്ഥാനത്തുടനീളം കനത്ത മഴയും മഞ്ഞുവീഴ്ചയും തുടരുന്ന സാഹചര്യത്തിലാണ് തെരച്ചിൽ. 500ഓളം പേരാണ് രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നത്. കുടുങ്ങിക്കിടക്കുന്നവരിലേക്ക് എത്താനുള്ള തടസ്സം നീങ്ങിയെങ്കിലും തുടർന്ന് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതാണ് പ്രതിസന്ധി. ഫെബ്രുവരി 22-ന് രാവിലെയാണ് 8 പേർ തുരങ്കത്തിൽ കുടുങ്ങിയത്. വെള്ളവും ചെളിയും ഒഴുകിയിറങ്ങുന്നതിനാൽ ടണലിനകത്ത് ജലനിരപ്പ് ഉയരുന്നതാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നത്. തുരങ്കത്തിൽ മണ്ണും ചെളിയും 1 മീറ്ററോളം ഉയരത്തിൽ കൂടിയിട്ടുണ്ട്. സിമന്റ് പാളികളും പാറക്കെട്ടുകളുമെല്ലാം രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. തുരങ്കത്തിൽ 14 കിലോമീറ്റർ ഉള്ളിലാണ് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നത്. തൊഴിലാളികൾ കുടുങ്ങിയ സ്ഥലത്തിന് തൊട്ടടുത്ത് വരെ രക്ഷാപ്രവർത്തകർ എത്തിയെങ്കിലും അവസാനത്തെ 50 മീറ്ററിൽ മണ്ണും ചെളിയും നിറഞ്ഞിരിക്കുകയാണ്. മണ്ണ് നീക്കുന്നതിനിടെ വീണ്ടും മണ്ണിടിഞ്ഞ് അപകടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. 200 ടൺ അവശിഷ്ടങ്ങളും ചെളിയും നീക്കം ചെയ്യുക വെല്ലുവിളിയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.